നമസ്കാരം. അടുത്തറിയുന്ന സെഗ്മെന്റിലേക്ക് എല്ലാ മാലി പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. നമ്മുടെ യുഎഇയിൽ റിയൽ എസ്റ്റേറ്റ് എന്നൊരു മേഖല വളരെ സക്സസ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒത്തിരി ആളുകളാണ് ആ ഒരു മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പുതിയ പ്രോപ്പർട്ടീസ് ഒക്കെ മേടിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പല ആളുകൾക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. നമ്മൾ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റിനെ തിരഞ്ഞെടുക്കുമെന്നൊക്കെ ഉള്ളത് അല്ലേ. അത്തരത്തിലുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഗ്മെന്റിൽ ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ELL പ്രോപ്പർട്ടീസിന്റെ ഫൗണ്ടർ ആൻഡ് CEO മിസ്റ്റർ സായി ശ്യാമിനെയാണ്. Hi, my name is Sai Shyam, founder and CEO of ELL Properties in Dubai. So basically നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, പ്രോപ്പർട്ടി കൺസൾട്ടൻസി അങ്ങനെയുള്ളൊരു സർവീസാണ് ദുബായിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അക്രോസ് ദ ഗ്ലോബ്, അതിപ്പോൾ ഇന്ത്യയിൽ നിന്നാവാം, UK നിന്നാവാം, ഓസ്ട്രേലിയയിൽ നിന്നാവാം, കാനഡയിൽ നിന്നാവാം, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരുപാട് ആളുകൾ ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങുന്നുണ്ട്. അതിനെ പ്രോപ്പറായിട്ട് സ്ട്രീംലൈൻ ചെയ്യുക, അതിലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അവർ ഗൈഡ് ചെയ്യുക. എ ടു സെഡ് സർവീസ്, അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങുന്നത് മുതൽ അത് മാനേജ് ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദുബായിലെ ആളുകൾ പ്രോപ്പർട്ടി വാങ്ങുന്നത് ചോദിച്ചാൽ മെയിനായിട്ട് 2 റീസണാണ്. ഒന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും, രണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ കൂടി വരുന്ന റെൻറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങുന്നത്. അപ്പം 90% UAEക്ക് പുറത്തുള്ള ആളുകൾ ദുബായ് പ്രോപ്പർട്ടി വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. കാരണം ഇവിടെ ടാക്സ് ഇല്ല, 0 ടാക്സ് ആണ്. പ്രോപ്പർട്ടി വാങ്ങാനോ വിൽക്കാനോ റെൻറ്റ് ചെയ്യാനോ ടാക്സ് ഇല്ല. ബാക്കി ഏത് രാജ്യത്തെടുത്താലും നമുക്ക് ടാക്സിൻ്റെ പ്രോബ്ലംസ് അറിയാം. പിന്നെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ, ഒരു പ്രോപ്പർട്ടിയൊക്കെ ദുബായിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്യൂച്ചർ വളരെ സേഫ് ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ മേജർ റീസൺ എന്ന് പറയുന്നത്, ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ സേഫ്റ്റി ഫാക്ടറാണ്. ഇപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച്, ഇപ്പോൾ UK USA ഒക്കെ അപേക്ഷിച്ച് ദുബായ് വളരെ സേഫാണ്. അപ്പം മലയാളികൾക്കായിക്കോട്ടെ, ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തുള്ള ആൾക്കാർക്കും സേഫായിട്ട്, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സേഫായിട്ട് താമസിക്കാനും ഇനിയുള്ള ലൈഫ് സ്പെൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ ദുബായിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങുന്നത്. ഇനി അതുകൂടാതെ അതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും വളരെ കൂടുതലാണ്. ഇവിടെ ഒരു 2 കോടി രൂപയുടെ അപ്പാർട്ട്മെൻറ്റ്, നാട്ടിലിപ്പോൾ ഒരു കൊച്ചിയിൽ 2 കോടി രൂപയുടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചാൽ നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് ഒരു 40,000 രൂപയായിരിക്കും റെൻറ്റ്. അതേ 2 കോടിയുടെ അപ്പാർട്ട്മെൻറ്റ് ദുബായിലാണെന്നുണ്ടെങ്കിൽ മിനിമം 6,000 മുതൽ 8,000 ദിറംസ് വരെ റെൻറ്റ് കിട്ടും. 8,000 ദിറംസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ 2 ലക്ഷം രൂപയാണ്. അതായത് ഒരു 5 മടങ്ങ് 5 ടൈംസ് മോർ റിട്ടേൺസ് ആണ് കമ്പയർഡ് ടു ഇന്ത്യ ദുബായ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ ദുബായിൽ വാങ്ങുന്നത്, അല്ലെങ്കിൽ UK കാനഡ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങുന്നതിൻ്റെ റീസൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. ആ സെയിം ടൈമിൽ തന്നെ അതിൻ്റെ ഹൈ പൊട്ടൻഷ്യൽ, ഹൈ ROI, ഹൈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഇതിപ്പോൾ ഇവിടെ 2 വർഷത്തേക്കായിരിക്കും വരുന്നത്, പക്ഷേ 30-40 വർഷം ദുബായിൽ താമസിക്കും. ഈ 40 വർഷം ദുബായിൽ റെൻറ്റ് കൊടുക്കും. 40 വർഷം കൊടുക്കുന്ന റെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നാട്ടിലെ 3-4 കോടി രൂപയായിരിക്കും. ഇവിടെ ഒരു 1 ബെഡ്റൂമോ 2 ബെഡ്റൂമോ 3 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുക്കണമെങ്കിൽ മിനിമം 60,000 ദിറംസ് മുതൽ 120,000 ദിറംസ് വരെ റെൻറ്റ് കൊടുക്കണം വർഷം. അപ്പോൾ അതായത് ഒരു 40 ലക്ഷം രൂപ നമ്മൾ ഒരു വർഷം റെൻ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫാമിലി. അങ്ങനെ ഒരു 10 വർഷമോ 20 വർഷമോ 30 വർഷമോ ദുബായിൽ അല്ലെങ്കിൽ UAE താമസിച്ചാൽ ഏകദേശം 2 കോടി രൂപ 3 കോടി രൂപയ്ക്ക് മുകളിൽ നമ്മൾ റെൻറ്റ് കൊടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കാൻ വരുമ്പോൾ അപ്പോൾ തന്നെ ഇതൊരു സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി വാങ്ങിച്ച് അതിലേക്ക് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റെൻറ്റ് കൊടുത്ത് കളയുന്ന പൈസ ഫ്യൂച്ചറിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും. നമുക്ക് പോകുമ്പോൾ ഒരു അസറ്റായിട്ട് ദുബായി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മേജർ റീസൺ. മലയാളികൾ വാങ്ങുന്ന, അല്ലെങ്കിൽ ആളുകൾ ദുബായിൽ എന്തുകൊണ്ടാണ് വാങ്ങുന്നതിനുള്ള മേജർ റീസൺ ഇതാണ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്, ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഡെവലപ്പറിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ ആ ഡെവലപ്പറിൻ്റെ ട്രാക്ക് റെക്കോർഡ്, എത്ര ബിൽഡിംഗ് അവർ പണിതു, ആ പണിത ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി എന്താണ്, അവിടുത്തെ റെൻ്റൽ റിട്ടേൺസ് എത്രയാണ്, അതിൻ്റെ ക്യാപിറ്റൽ അപ്രീഷിയേഷൻ എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം ആ ഡെവലപ്പറിൻ്റെ പ്രോപ്പർട്ടി വാങ്ങുക. അപ്പോൾ ഒരു സൈഡ് ക്ലിയറായി. ഇനി നമ്മൾ ഒരു കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന ഒരു ദുബായ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മളൊരു കൺസൾട്ടൻസിയാണ് നടത്തുന്നത്. അപ്പം നമ്മളിപ്പോൾ ആസ് എ കമ്പനി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഗവൺമെൻറ് വിഷൻ അലൈൻ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ മാത്രമാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ ഒരാളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നാൽ, ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യുന്നത് ദുബായിലെ ഫ്യൂച്ചർ എന്താണ്, ഈ ഒരു അടുത്തൊരു 10 ഇയേഴ്സിലേക്ക്. ദുബായ് എന്ന് പറയുന്നത് വിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. 2030 വിഷൻ, 2040 വിഷൻ എന്നൊക്കെ പറഞ്ഞുള്ള വിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വിഷൻ അലൈൻ ചെയ്ത് ഒരുപാട് പ്രൊജക്റ്റ്, ഇപ്പോൾ പാം ജബലലി, എത്തിഹാദ് റെയിൽ, എയർ ടാക്സി പോലെയുള്ള നല്ല നല്ല പ്രൊജക്റ്റുകൾ, ബ്ലൂ ലൈൻ മെട്രോ, അതുപോലെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റുകളെ അലൈൻ ചെയ്ത് വരുന്ന ലൊക്കേഷൻസിന് അടുത്ത് വരുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷനുള്ള സ്കോപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ വാങ്ങുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഡെവലപ്പറുടെ പ്രോപ്പർട്ടി മാത്രമായിരിക്കും. അല്ലാതെ ദുബായിൽ ഒരുപാട് 400-ന് മേളിലെ പ്രൊജക്റ്റുകൾ ദുബായിലുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലതല്ല. അതിലൊരു 10-15 പ്രൊജക്റ്റ് നല്ലതുള്ളൂ. അപ്പോൾ നമ്മൾ ആ നല്ലത് 15 പ്രൊജക്റ്റുകളാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. അതും ഈ പറഞ്ഞ ഗവൺമെൻറ് വിഷൻ അലൈൻ ചെയ്തിട്ടുള്ള ഗവൺമെൻറ് പ്രൊജക്റ്റുകളാണ് കൂടുതൽ ആൾക്കാരെ പറഞ്ഞു കൊടുക്കുന്നത് വാങ്ങാൻ. പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്, അതിൻ്റെ ഒരു ലീഗൽ സൈഡ് എന്താണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ
ഇപ്പോൾ ഈ സ്ഥാപനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് 100-ന് മുകളിൽ ഏജൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം 400-450 മുകളിൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പണ്ട് മുതൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളിൽ നിന്ന് വാങ്ങിച്ച ആളുകളുടെയൊക്കെ പ്രോപ്പർട്ടി നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ വീണ്ടും ഒരുപാട് ആളുകളിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഈ പറഞ്ഞ 4-5 കാര്യങ്ങൾ, ട്രാക്ക് റെക്കോർഡുള്ള ഡെവലപ്പർ, ഗവൺമെൻറ് ഡെവലപ്പർ ആണെങ്കിൽ നല്ലത്, പിന്നെ എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യുക, ബ്രോക്കർ അതായത് കൺസൾട്ടൻറ്റിന് പ്രോപ്പറായിട്ടുള്ള റേറ കാർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അവർ ഒരു പ്രോപ്പർ കമ്പനിയാണെന്ന് ചെക്ക് ചെയ്യുക, ആ കമ്പനിയുടെ ഒരു വെബ്സൈറ്റും കാര്യങ്ങളും അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് മാത്രമേ ദുബായിലൊരു പ്രോപ്പർട്ടി വാങ്ങാവുള്ളൂ. പിന്നെ ദുബായ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വളരെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാനും വരാനൊക്കെ വളരെ ഈസിയാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് ബൈ റോഡ് പോകുന്ന ടൈം പോലും എടുക്കുന്നില്ല കൊച്ചിയിൽ നിന്ന് നമുക്ക് ദുബായിലേക്ക് വരാൻ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യൻസ് കൂടുതലായിട്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ വരുന്നത് UK ആണ്. UK നാഷണാലിറ്റീസ് ആണ്, അതായത് ബ്രിട്ടീഷാണ് ഇപ്പോൾ കൂടുതലായിട്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് അവിടുത്തെ സേഫ്റ്റി ഇഷ്യൂസും അവിടുത്തെ കുറേ സിറ്റുവേഷനൊക്കെ മോശമായതുകൊണ്ടാണ് ആളുകൾ, പിന്നെ ടാക്സ് ഇഷ്യൂസൊക്കെ ഉള്ളതാണ് UK സിറ്റിസൺസ് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ആസ് എ കമ്പനി എന്താണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ELL പ്രോപ്പർട്ടീസ്, അതായത് ഈ സ്ഥാപനം നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരാൾ ഒരു പ്രോപ്പർട്ടി ദുബായിൽ ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ദുബായിൽ വാങ്ങണം എന്ന് ആഗ്രഹിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ ആൾക്ക് വേണ്ട ഗൈഡൻസ് ആണ് ആദ്യം കൊടുക്കുന്നത്. ആദ്യമേ വാങ്ങുക എന്നുള്ളതല്ല, അവർക്ക് പറ്റുമോ ഇല്ലയോ നമ്മൾ ആദ്യം ഒരു മെഷർമെൻറ്റ് നടത്തുക. അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ ഒരു ഇൻകം ഒക്കെ വെച്ചിട്ട് നമുക്കിതിൽ ഏത് പ്രോപ്പർട്ടിയാണ് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, അത് അവർക്ക് പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവർ ഫൈനാൻഷ്യലി ഏബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് കൊടുക്കും. ഈ ഓപ്ഷൻസ് കൊടുക്കുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ക്വാളിറ്റി. നമ്മൾ ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ മാത്രമാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ആയിക്കോട്ടെ, അതിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ കമ്പയർഡ് ടു ഒരു പ്രൈവറ്റ് ഡെവലപ്പറിനെക്കാട്ടും നല്ലതായിരിക്കും. ഒരു പ്രൊജക്റ്റ് ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഗവൺമെൻറ് ഡെവലപ്പേഴ്സിൻ്റെ പ്രൊജക്റ്റ് ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യുന്നത് അവരുടെ എന്താ പറയുക അവരെ സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. അവരുടെ പേയ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം എസ്ക്രോയിലേക്ക് തന്നെയാണ് പോകുന്നത്. എസ്ക്രോ എന്ന് പറഞ്ഞാൽ ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പേയ്മെൻറ്റ് എല്ലാം എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുക. അവർക്ക് വേണ്ട സർവീസുകൾ, പിന്നെ അവർക്ക് ഗോൾഡൻ വിസ ചെയ്യണമെങ്കിൽ ആ ഗോൾഡൻ വിസ ചെയ്യും. ഇപ്പോൾ 2 മില്യൺ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് 2 മില്യൺ ദിർഹംസിൻ്റെ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് അതിന് 20% പേയ്മെൻറ്റ് ചെയ്താൽ ഗോൾഡൻ വിസ എലിജിബിലിറ്റി കിട്ടും. അപ്പോൾ ആ ഗോൾഡൻ വിസ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഓൺ ടൈം നമ്മൾ ഓൺ ടൈം പ്രോപ്പർട്ടി എന്താ പറയുക അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹാൻഡ് ഓവർ ആകുന്നവരെ എല്ലാ ഫുൾ സർവീസും കൊടുക്കും അവർക്ക്. എഗെയിൻ അവർ ഹാൻഡ് ഓവർ ആയിക്കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ മാനേജ്മെൻറ്റ് ഫ്രീ ആണ്. നമ്മൾ ത്രൂ വാങ്ങുമ്പോൾ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഫ്രീ ആണ്. അത് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ റെൻറ്റൽസ്, അതിൻ്റെ റീസെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും.